welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SumIf, SumIfs എന്നീ ഫംഗ്ഷൻസുകൾ എക്സലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് ഫംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ട് സെറ്റ് ചെയ്യാനാണ് എക്സലിൽ ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. അപ്പൊ ഇന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സം ഫംഗ്ഷൻ. സം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. SumIf, SumIfs. സമ്മിന്റെ കൂടെ ഇഫും ഇഫ്സും വരുമ്പോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്തുകൊണ്ടാണ് SumIfും SumIfs ഒക്കെ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ ഞാനിതിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് റിപ്പോർട്ടാണ്. അപ്പൊ അതിൽ കുറച്ച് നെയിം, അതുപോലെ തന്നെ ബ്രാഞ്ച്, സെയിൽസ്, അത് ഓരോരുത്തരും ഓരോ ബ്രാഞ്ചിൽ നടത്തിയിട്ടുള്ള സെയിൽസിന്റെ എമൗണ്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ സെയിൽസ് റിപ്പോർട്ടിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് ഓഫ് മനോജ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ സെയിൽസ് ഓഫ് മനോജ് ഫ്രം എടപ്പാൾ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ടോട്ടൽ സെയിൽസ്. അത് നമുക്ക് അറിയാം, നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. സം ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ അതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമ്മൾ സം ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ SumIf, പിന്നെ വരുന്നത് SumIfs ആണ്. ഇതാണ് നമ്മുടെ 3 ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് സം ആണ്. അപ്പൊ സം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈക്വൽ ടു സം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫോർമുലാസിൽ വന്നിട്ട് സം ഫംഗ്ഷൻസ് എടുത്ത് ചെയ്യാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ സം ഉണ്ട് ഇവിടെ, അത് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഓട്ടോ സം. അതിൽ വരിക, സം കൊടുക്കുക, ദെൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സം കിട്ടും. ഇപ്പൊ നമുക്ക് ടോട്ടൽ സെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സം ഫംഗ്ഷൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ടോട്ടൽ സെയിൽസ് ഓഫ് മനോജ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിൽ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും സെയിൽ ചെയ്തിട്ടുള്ള എമൗണ്ടുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. മനോജ് തന്നെ ഇവിടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട്. മനോജ് തന്നെ 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ബ്രാഞ്ചസുകൾ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മനോജിന്റെ ടോട്ടൽ സെയിൽസ് നമുക്ക് കിട്ടണം. എല്ലാവരുടെയും കൂടി അല്ല വേണ്ടത്, മനോജിന്റെ മാത്രം ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ഒരു കണ്ടീഷൻ വന്നു. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുണ്ട് എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഇഫ് ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ഒറ്റ കണ്ടീഷൻ ആണ്. മനോജിന്റെ ടോട്ടൽ ആണ് നമുക്ക് കിട്ടേണ്ടത്. മനോജ് എന്ന് പറയുന്നത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ അവിടെ SumIf കൊടുക്കേണ്ടത്. 1 കണ്ടീഷൻ 1 വാല്യൂ ആണെന്നുണ്ടെങ്കിലാണ് SumIf. ഒറ്റ കണ്ടീഷൻ ഉള്ളെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കേണ്ടത് SumIf ആണ്. കണ്ടീഷൻസ് ഒന്നുമില്ല എങ്കിൽ നമ്മൾ എല്ലാ ടോട്ടലും കിട്ടാനാണ് സം കൊടുക്കുക. അപ്പൊ നമുക്ക് SumIf വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഈക്വൽ ടു SumIf അങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഈക്വൽ ടു കൊടുത്തു. SumIf നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഫംഗ്ഷൻ അവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ജസ്റ്റ് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ബ്രാക്കറ്റ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഡബിൾ ക്ലിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കീബോർഡിൽ ടാബ് കീ കൊടുത്താലും മതി. അപ്പോഴും അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഈ ടേബിളില് ഏത് കോളത്തിലാണോ നിൽക്കുന്നത് ആ കോളം മൊത്തമാണ് റേഞ്ച്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മനോജിന്റെ ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനോജ് ആണ് നമ്മുടെ കണ്ടീഷൻ. ഈ മനോജ് എന്ന് പറയുന്നത് ഈ ടേബിളില് സെയിൽസിലല്ല, ബ്രാഞ്ചിലല്ല, നെയിമിലാണ്. അപ്പൊ ഈ നെയിം മൊത്തമാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ആ മൊത്തം റേഞ്ചിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ദെൻ കോമ. നെക്സ്റ്റ്, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താണോ അതാണ് ക്രൈറ്റീരിയ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ മനോജ് ആണ്. മനോജ് എന്നുള്ള നെയിം ആണ് നമ്മുടെ ക്രൈറ്റീരിയ. ഒന്നെങ്കിൽ നമുക്ക് മനോജ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്താണല്ലോ ഏതെങ്കിലും ഒരു സെല്ല്, മനോജ് എന്നുള്ള ഒരു സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ വീണ്ടും കോമ കൊടുത്തു.
നെക്സ്റ്റ് സം റേഞ്ച്. സം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത്? സെയിൽസിൽ നിന്നാണ്. അപ്പൊ ഈ സെയിൽസ് ആണ് നമ്മുടെ സം റേഞ്ച്. അതിൽ ടോട്ടൽ സെയിൽസ് പെടണ്ട, മൊത്തം സെയിൽസിന്റെ എമൗണ്ട് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ സം റേഞ്ചും കൊടുത്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു, എന്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനോജിന്റെ ടോട്ടൽ സെയിൽസ് ഇവിടെ കിട്ടും. അപ്പൊ മനോജിന്റെ എമൗണ്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മനോജിന്റെ 2000 ആണ് വരുന്നത്, പിന്നെ മനോജ് 4500 വന്നു, അപ്പൊ തന്നെ ഇവിടെ 6500 വന്നിട്ടുണ്ട്, വീണ്ടും മനോജ് 2500, അപ്പൊ കറക്റ്റ് 9000. മനോജിന്റെ ടോട്ടൽ സെയിൽസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ഓഫ് മനോജ്. മനോജിന്റെ തന്നെയാണ് ഫ്രം എവിടുത്തെ? എടപ്പാളിത്തെ സെയിൽസ്. അതായത് മനോജ് തന്നെ കുറ്റിപ്പുറം അല്ല, മനോജ് തൃശ്ശൂരും സെയിൽ ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ മനോജിന്റെ എടപ്പാളിലെ ടോട്ടൽ സെയിൽസ് ആണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ അവിടെ മനോജ് എന്നുള്ള ഒരു കണ്ടീഷനും ആയി, എടപ്പാൾ എന്നുള്ളത് വേറൊരു കണ്ടീഷനും ആണ്. അപ്പൊ രണ്ട് കണ്ടീഷൻ വന്നു. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് സം ഇഫ്സ്. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ എങ്കിൽ മാത്രമാണ് നമ്മൾ സം ഇഫ് കൊടുക്കുക. നമുക്ക് അതിലൊറ്റ കണ്ടീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ സം ഇഫ്സ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഈക്വൽ ടു സം ഇഫ്സ്. ഇതിൽ നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് വെച്ച് ചെയ്യാൻ പറ്റും. ഏകദേശം 150ഓളം കണ്ടീഷൻസ് കൊടുക്കാന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ സം ഇഫ്സിൽ നമ്മൾ താഴെ കൊടുക്കുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, സം ഇഫ് ചെയ്ത പോലെയല്ല. അപ്പൊ ഓരോന്നും എന്തൊക്കെയാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസ് ഒക്കെ സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഈ സം ഇഫ്സിൽ ഫസ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് സം റേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ സം റേഞ്ച് എന്ന് പറഞ്ഞാല് എന്തിൽ നിന്നാണോ ടോട്ടൽ കിട്ടാനുള്ളത് അതാണ് സം റേഞ്ച്. അപ്പൊ ഇവിടെ സെയിൽസ് നിന്നാണ് നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത്, ഈ സെയിൽസ് ആണ് നമ്മുടെ സം റേഞ്ച്. അത് കൊടുത്തു, ദെൻ കോമ. രണ്ടാമത് ചോദിക്കുന്നത് ക്രൈറ്റീരിയ റേഞ്ച് 1. ക്രൈറ്റീരിയ റേഞ്ച് 1 എന്ന് പറഞ്ഞാല് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ ഈ ടേബിളിൽ ഏത് കോളത്തില് ഏത് റേഞ്ചിലാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? മനോജിന്റെതാണ് ടോട്ടൽ സെയിൽ കിട്ടേണ്ടത്. അപ്പൊ മനോജ് ഇതിൽ ഏത് റേഞ്ചിലാണ്? നെയിമിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 1. കോമ കൊടുത്തു. ക്രൈറ്റീരിയ 1 അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണോ അതാണ് ക്രൈറ്റീരിയ 1. ഒന്നാമത്തെ കണ്ടീഷൻ മനോജ് എന്നുള്ള പേരാണ്, അത് കൊടുത്തു. ദെൻ കോമ. നെക്സ്റ്റ് വീണ്ടും ചോദിക്കും ക്രൈറ്റീരിയ റേഞ്ച് 2. രണ്ടാമത്തെ കണ്ടീഷൻ ഈ ടേബിളില് ഏത് റേഞ്ചിലാണോ അതാണ് ക്രൈറ്റീരിയ റേഞ്ച് 2. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എടപ്പാളത്തെ സെയിൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. എടപ്പാൾ എന്ന് പറയുന്നത് ഇതിലേതിലാണ്? ബ്രാഞ്ചിലാണ്. അപ്പൊ ഈ ബ്രാഞ്ച് ആണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 2 എന്ന് പറയുന്നത്. കോമ കൊടുത്തു. ക്രൈറ്റീരിയ 2 രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എടപ്പാൾ എന്നുള്ളതാണ്, എടപ്പാള്. ഓക്കെ, ഇത് കൊടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ക്രൈറ്റീരിയ റേഞ്ച് 3, ക്രൈറ്റീരിയ 3. അങ്ങനെ നമുക്ക് 150ഓളം കണ്ടീഷൻസ് ഈ ഫംഗ്ഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ 2 ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്റർ കൊടുത്താൽ മതി, ആൻസർ ഇവിടെ കിട്ടും. നമുക്ക് 4500 ആണ് ഇവിടെ ആൻസർ കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മനോജ് ഫസ്റ്റ് തന്നെ എടപ്പാളാണ് വന്നിട്ടുള്ളത് 2000, പിന്നെ മനോജിന്റെ തൃശ്ശൂരാണ്, അപ്പൊ അത് കൂട്ടാൻ പാടില്ല. വീണ്ടും മനോജ് താഴെ വരുന്നുണ്ട്, എടപ്പാളന്നെ 2500. അപ്പൊ 2000 പ്ലസ് 2500 4500. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SumIfs. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈക്വൽ ടു SumIfs അങ്ങനെയാണ്. ഇങ്ങനെ എല്ലാവരും നമുക്ക് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു SumIfന്റെ എമൗണ്ട് ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തു, അതുപോലെ തന്നെ ഇഫ്സിന്റെ റിമൂവ് ചെയ്തു. നോക്കാം, നമുക്ക് ഈക്വൽ ടു ഒന്നും കൊടുക്കാതെ നമുക്ക് നേരെ ഫോർമുലാസിൽ വരും. ഫോർമുലാസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫംഗ്ഷൻ എടുക്കാനാണ്. ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വേണ്ട ഫംഗ്ഷൻ എന്താണ്? SumIf ആണ്. ഫംഗ്ഷൻ ഏതാന്നുള്ളത് നമുക്ക് അറിയണം. ഇനി ഫോർമുലാസിൽ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഹോം ടാബിൽ ഇവിടെ തന്നെ FX എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടു. ഇത് തന്നെ ഇൻസേർട്ട് ഫംഗ്ഷൻ ആണ് ഈ FX. അപ്പൊ അതെടുത്താലും മതി. അപ്പൊ ഇവിടെ SumIf എന്ന് നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. SumIf എന്ന് കൊടുത്തു, ദെൻ ഗോ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ വരും.
അതാ ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, ചെറിയൊരു വിൻഡോ. അപ്പൊ ഇതിലാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കുക. നേരത്തെ നമ്മൾ താഴത്തെ അല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫംഗ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടു, ഇവിടെ ഫംഗ്ഷൻ വന്നു. ഇനി അതിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് റേഞ്ച് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം മനോജിന്റെ ടോട്ടൽ സെയിൽ ആണ്, നെയിം മൊത്തം ഈ റേഞ്ച് സെലക്ട് ചെയ്യുക. ദെൻ ക്രൈറ്റീരിയ എന്താണ്, മനോജ് ആണ്, മനോജ് കൊടുത്തു. ദെൻ സം റേഞ്ച് എന്താണ്, സെയിൽസ് ആണ്, സെയിൽസും കൊടുത്തു. ഓക്കെ, ഇവിടെ തന്നെ ആൻസർ കാണിക്കൂട്ടോ. ഫോർമുല റിസൾട്ട് ഇതാ 9000 എന്നുള്ളത് ഇവിടെ തന്നെ കാണിക്കും. ഓക്കെ കൊടുക്കും, അപ്പോഴും ആൻസർ കിട്ടി. ഇതുപോലെ നമുക്ക് സമ്മ് ഇഫ്സും ചെയ്യാൻ പറ്റും. ദാ ഇൻസേർട്ട് എഫ്എക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. സം ഇഫ്സ് ആണ് നമുക്ക് വേണ്ടത്. സം ഇഫ്സ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എടുത്തു കൊടുത്താൽ മതി. ഇനി ഇങ്ങനെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താലും കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടാനാണ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഗോ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് സം ഇഫ്സ് കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. അപ്പൊ ദാ ഇങ്ങനെ വരും. സം റേഞ്ച് ആണ് ഫസ്റ്റ്, സെയിൽസ് ദാ മൊത്തം സെലക്ട് ചെയ്യാം. ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ്. ക്രൈറ്റീരിയ റേഞ്ച് 1 നമ്മുടെ നെയിം റേഞ്ച് ആണ്, അത് കൊടുത്തു. ക്രൈറ്റീരിയ 1 ആണ് നമ്മുടെ മനോജ് ആണ്, നമ്മുടെ ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത്, അത് കൊടുത്തു. ദെൻ ക്രൈറ്റീരിയ റേഞ്ച് 2 ബ്രാഞ്ച് ആണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ, അത് കൊടുത്തു, റേഞ്ച് കൊടുത്തു. ദെൻ ക്രൈറ്റീരിയ 2 എടപ്പാളാണ് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ, അതും കൊടുത്തു. ഇനി വീണ്ടും വീണ്ടും വരും ഇങ്ങനെ താഴത്തേക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താലും നമുക്ക് എത്രത്തോളം കണ്ടീഷൻ വേണമെങ്കിലും ഇതിൽ കൊടുക്കാൻ പറ്റും. റിസൾട്ട് ഇപ്പൊ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്, 4500 ആണ്. ദെൻ ഓക്കെ കൊടുത്താൽ നമുക്ക് അവിടെ റിസൾട്ട് വരും. അപ്പൊ സമ്മ്, സമ്മിഫ്, സമ്മിഫ്സ് ഫങ്ഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ റേഞ്ച് ഏതിലാണ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫങ്ഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് എക്സലില്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോസ് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.